മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര ആർലേക്കറും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് നടക്കും. വൈകിട്ട് 3:30-ക്ക് രാജ്ഭവനിലാണ് കൂടിക്കാഴ്ച. സർവകലാശാല പ്രതിസന്ധി ചർച്ചയിൽ പ്രധാന വിഷയമാകും. KTU ഡിജിറ്റൽ സർവകലാശാല വിസിമാരുടെ നിയമനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതിന് പിന്നാലെ താൽക്കാലിക വിസിമാരുടെ പുതിയ പട്ടിക സർക്കാർ നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപോ അതിനുശേഷമോ വിസിമാരുടെ നിയമനം ഗവർണർ നടത്തിയേക്കും. സൈഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകുന്നുണ്ട്. സൈഫ്, വിസിമാരുടെ നിയമനമടക്കം കേരള സർവകലാശാല ഇപ്പോൾ നടന്നുവരുന്ന പ്രശ്നങ്ങളടക്കം മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അതൊരു മഞ്ഞുരുക്കലിന്റെ ചർച്ച എന്ന് വേണമെങ്കിൽ ഒറ്റവാക്കിൽ പറയാം ജിൽസി ഇതിനെ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഗവർണർ സർക്കാർ പോര് നമ്മൾ കണ്ടതാണ്. SFI ആണെങ്കിൽ ഗവർണർ നിയമിച്ച VCക്കെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഒടുവിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേരുകയും VC മോഹൻ കുന്നുമേൽ സർവകലാശാലയിലെത്തി അദ്ദേഹം സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിടുകയും എല്ലാം ചെയ്തു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഗവർണറും കേരള ഹൗസിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു. ഒരുമിച്ച് മീൻസ് ഒരേ സമയത്ത് അവർ ഉണ്ടായിരുന്നു. അടുത്തടുത്ത റൂമുകളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്തൊന്നും ഏതെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ചയൊന്നും നടന്നില്ല. ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടാണ്, ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടിയാണ് ഗവർണറെ കാണാൻ വേണ്ടിയുള്ള തീരുമാനം മുഖ്യമന്ത്രി എടുക്കുന്നത്. രാജ്ഭവനോട് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകുകയും ചെയ്തു. ഇന്ന് വൈകുന്നേരം 3:30-ക്കാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. കൂടിക്കാഴ്ചയിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ തർക്കം, അതിനൊപ്പം തന്നെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. വിവിധ സർവകലാശാലകൾ 13 സർവകലാശാല ഉള്ളതിൽ 12 സർവകലാശാലകളിലും സ്ഥിരം VCമാരില്ല. ആരോഗ്യ സർവകലാശാലയിൽ മാത്രമാണുള്ളത്. അതുകൊണ്ട് സ്ഥിരം VCമാരെ നിയമിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തണം എന്ന ആവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കും. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതും 6 മാസത്തിൽ കൂടുതൽ താൽക്കാലിക VCമാർ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 സർവകലാശാലകളുടെ താൽക്കാലിക VCമാരുടെ നിയമനം റദ്ദാക്കിയിരുന്നു. KTUവിലെയും ഡിജിറ്റലിലെയും. അവിടത്തേക്കുള്ള പട്ടിക, ആരെ നിയമിക്കണം എന്നുള്ള 3 പേരടങ്ങുന്ന പട്ടിക, ഓരോ സർവകലാശാലയിലേക്ക് 3 പേരടങ്ങുന്ന പട്ടിക സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. അതിൽ നിന്നുള്ളൊരു നിയമനം ഒരുപക്ഷെ ഇന്ന് രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കണ്ടതിന് ശേഷമോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പിന്നീടുള്ളത് വിവിധ ബില്ലുകളുണ്ട്. സ്വകാര്യ സർവകലാശാല ബില്ലിൽ അദ്ദേഹം എന്തെങ്കിലും എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല ഗവർണർ. പക്ഷേ അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല അതിനകത്ത്. അത് ഒപ്പിടണം എന്ന ആവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചേക്കും, മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചേക്കും. സർവകലാശാല ഭേദഗതി ബില്ല്, അതൊരു പ്രധാനപ്പെട്ട ബില്ലാണ്. ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ്. അതിലും അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. അത് രാഷ്ട്രപതിക്ക് അയക്കാൻ വേണ്ടിയുള്ള ആലോചനകൾ നടന്നെങ്കിലും ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. ആ ബില്ലിൽ ഒപ്പിടണമെന്ന ആവശ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചേക്കും. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷമാണ്, ഒരു തർക്കത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാവുന്ന കുറേ നാളുകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് വീണ്ടും എത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചർച്ചകളും തീരുമാനങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളണ്ട ജിൽസി. ശരി, സൈഫ് സൈൻലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും ഒരു ഇടവേളയിലേക്ക്.